ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട്, അതായത് വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പരിപ്പ് കറിയുടെ റെസിപ്പിയാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം. അതുപോലെ തന്നെ പൂരി, ചപ്പാത്തി ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് തേങ്ങ ചേർക്കാതാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് പെട്ടെന്നൊന്നും വളിച്ചു പോകത്തില്ല കേട്ടോ. നമ്മൾ ഈ തേങ്ങ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് അത് വളിച്ചു പോകും കുറേ സമയം കഴിയുമ്പോൾ. ഇത് അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഞാനിവിടെ ഈ ഒരു പരിപ്പ് കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് സാമ്പാർ പരിപ്പുണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് പരിപ്പാണോ ഉള്ളത് അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബൗളിന് 1/4 ഭാഗത്തോളം പരിപ്പെടുത്ത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു വലിയ തക്കാളിക്കായും ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള സവാളയും 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരുപാട് ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട, പിന്നീട് നമുക്ക് നോക്കിയിട്ട് ഉപ്പൊക്കെ കുറവാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ഈ പരിപ്പ് വേകുന്നതിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ ഒന്ന് അടച്ച് വെച്ച് ഒരു 3 വിസിലാവുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഈ ഒരു പരിപ്പ് ആയതുകൊണ്ട് ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ 3 വിസിലടിച്ച് വരെ വേവിച്ചുള്ളൂ. അത് കഴിഞ്ഞ് നന്നായിട്ട് അതിൻ്റെ എയറൊക്കെ ഒന്ന് പോയതിന് ശേഷം ദാ തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ കടുകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ 1/2 ടീസ്പൂൺ അളവിൽ നല്ല ജീരകമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ജീരകത്തിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു 4 വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2-3 വറ്റൽമുളക് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് സ്റ്റൗവിൻ്റെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് കൊടുക്കുക. നമ്മളിതിലേക്ക് പൊടികളായിട്ട് കായപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നമ്മൾ ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനിയും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഞാനിതിലേക്ക് ഇപ്പോൾ 1/2 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയും ആ പരിപ്പ് വേവിച്ച് ആ കുക്കറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതുകൂടി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെറിയ തീയിലിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പരിപ്പ് കറി വളരെ പെട്ടെന്ന് തയ്യാറാക്കാനായിട്ട് കഴിയും അല്ലേ. നിങ്ങൾക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ഒട്ടും മറക്കാതെ തന്നെ പെട്ടെന്നൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഇതുപോലെ പരിപ്പ് കറി ഉണ്ടാക്കുമ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു മണവും പ്രത്യേക ഒരു ടേസ്റ്റും ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ നെയ്യൊക്കെ ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കണേ, എങ്കിലേ അതിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റൊക്കെ കിട്ടത്തുള്ളൂ. വളരെ ഈസിയാണ്. നമ്മൾ ഇതിലേക്ക് തേങ്ങയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഇത് വളിച്ചു പോകത്തില്ല. നമ്മളിപ്പോൾ രാവിലെ ഉണ്ടാക്കിയാൽ തന്നെ വൈകുന്നേരം ആയാൽ പോലും ടേസ്റ്റ് വ്യത്യാസം ഒന്നും ഉണ്ടാകത്തില്ല. തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ആണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനി നമുക്ക് ചൂടോടുകൂടി ചോറിനകത്ത് ഒഴിച്ച് നന്നായിട്ട് കഴിക്കാം. അപ്പോൾ ബാക്കിയുണ്ടെങ്കിൽ കളയേണ്ട, എടുത്ത് വെച്ചിരുന്നാൽ നമുക്ക് വൈകുന്നേരം ചപ്പാത്തിക്കൊക്കെ കഴിക്കാനും പറ്റും. അപ്പോൾ വൈകിട്ടത്തെ ചപ്പാത്തിക്കായിട്ട് എനിക്ക് കറി ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ടേസ്റ്റിന് ഒരു വ്യത്യാസവും ഇല്ല, കറിക്ക് ഒരു കുഴപ്പവുമില്ല. നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തപ്പോൾ വൈകിട്ടത്തെ ചപ്പാത്തിക്കും കറിയായി. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലെയുള്ള ഈസി റെസിപ്പികളുമായിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, ആർക്കും വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് എത്രയും പെട്ടെന്ന് വരുന്നതാണ്. കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.